നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമയം എങ്ങനെ നാം അറിയാതെ തന്നെ പാഴാക്കുകയാണ്, അതായത് സമയ പാഴാക്കുന്ന 5 ശീലങ്ങൾ എന്ന്. ഈ വീഡിയോയിൽ നമ്മൾ ഈ ശീലങ്ങളെ തിരിച്ചറിയുകയും അവയെ എങ്ങനെ മാറ്റാം എന്ന് പരിശോധിക്കുകയും ചെയ്യാം. ആദ്യം, പ്രതിഫലം ഇല്ലാത്ത സമൂഹമാധ്യമ സ്ക്രോളിംഗ്. നമ്മൾ ദിവസേന സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്ന സമയം നമുക്ക് അറിയാതെ തന്നെ വളരെ കൂടുതലാവാറുണ്ട്. ചെറിയ പോസ്റ്റുകൾ, പിക്ചറുകൾ, വീഡിയോ ക്ലിപ്പുകൾ എല്ലാം ഒന്നിച്ചു ചേർന്നാൽ 1 മണിക്കൂറും പിന്നെയും മാറുന്നു. രണ്ടാമത്, ആലോചിച്ച് ഒന്നും ചെയ്യാതിരിക്കുക. പലപ്പോഴും നാം ഒരു കാര്യത്തിന് തുടങ്ങാൻ ധൈര്യം കൊടുക്കാതെ, അവബോധമില്ലാതെ സമയം നഷ്ടം ഇപ്പോൾ ചെയ്യണം, പിന്നീട് ചെയ്യാം എന്ന ചിന്താപ്രവൃത്തി നമ്മെ സ്ഥിരമായി പാഴ്സമയത്തിലേക്ക് നയിക്കുന്നു. മൂന്നാമത്, പെർഫെക്ഷന്റെ പേരിൽ കാര്യങ്ങൾ തുടങ്ങാതിരിക്കുക. ഇത് മതിയാവില്ല, ഇനി തിരുത്തണം എന്ന നിരന്തരം പുനരവലോകനം ചെയ്യുന്നതിലൂടെ നാം എന്തെല്ലാം ചെയ്യണമെന്ന സാധ്യതകളെ അതിജീവിക്കുന്നു. ഈ പെർഫെക്ഷൻ സമയത്തെ പാഴാക്കാൻ വലിയ കാരണമാണ്. നാലാമത്, അപ്രിയ വ്യക്തികളോട് സമയം കളയൽ. ജീവിതത്തിൽ ചില ആളുകളെ വിട്ട് നാം മെച്ചപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നതല്ലേ. അവരോട് ആവർത്തിച്ച് വാക്കുകൾ മാറുന്നതിൽ സമയം നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്കു അറിയാതെ നിങ്ങളുടെ സമയം ഒരുപാട് പോകുന്നു. അവസാനമായി, ദിവസം തുടങ്ങുമ്പോൾ ഒരു പ്ലാൻ ഇല്ലാതിരിക്കുക. ദിവസവും ശരിയായ ലക്ഷ്യങ്ങൾ ഉറപ്പിച്ചാൽ ഞങ്ങൾ കാര്യക്ഷമമായി മുന്നേറാൻ കഴിയും. പ്ലാൻ ഇല്ലാതെ ദിവസമാരംഭിക്കുന്നത് അന്യോന്യമായി നിരവധി കാര്യങ്ങളിൽ സമയം നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഈ 5 ശീലങ്ങൾ നമ്മൾ ഓരോന്നായി തിരിച്ചറിയുകയും അവയിൽ മാറ്റം വരുത്തി നമുക്ക് കാര്യക്ഷമമായ സമയം ഉപയോഗം നേടാം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റുകളിൽ പങ്കുവയ്ക്കൂ.